ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഒരു ടോപ്പിക് ആയിട്ടുള്ള റെലവൻസി ഓഫ് ഡൈയിങ് ഡിക്ലറേഷനെ പറ്റിയാണ്. സെക്ഷൻ 32 ക്ലോസ് 1ൻ്റെ അകത്താണ് അതിനെപ്പറ്റി പറയുന്നത്. ഇനി എന്താണ് സെക്ഷൻ 32-ൽ പറയുന്നത്? 32-ൽ പറയുന്നത് ഒരു മരിച്ച ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റെലവൻസിയെ പറ്റിയാണ്. സെക്ഷൻ 32 പ്രകാരം ഇനി പറയുന്ന വ്യക്തികളെ കോടതിയിൽ വിറ്റ്നസ്സായി എക്സാമിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് റെലവൻ്റ് ആയിട്ട് സ്വീകരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ആ വ്യക്തികളെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എ പേഴ്സൺ ഹൂ ഈസ് ഡെഡ്, ആ ഒരു ഡെഡായിട്ടുള്ളൊരു വ്യക്തി നടത്തിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടെന്ന് പറയുന്നത് എ പേഴ്സൺ ഹൂ കാനോട്ട് ബി ഫൗണ്ട്. ഇനി 3, എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് ഗിവിങ് എവിഡൻസ് ബിഫോർ ദ കോർട്ട്. ഒരു കോടതിയുടെ മുന്നിൽ വന്നിട്ട് എവിഡൻസ് നൽകാൻ ഇൻകേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തി. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേഴ്സൺ ഹൂസ് അറ്റൻഡൻസ് കാനോട്ട് ബി പ്രൊക്യൂർഡ് വിത്തൗട്ട് ഡിലേ ഓർ എക്സ്പെൻസ്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ ആ വ്യക്തിയെ കോടതിയിൽ മുന്നേ കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ സമയമെടുക്കും, ഡിലേ ആവും, അല്ലെങ്കിൽ അവിടെ കുറച്ച് എക്സ്പെൻസുകളൊക്കെ വരും എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിലും റെലവൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് വെദർ റിട്ടൺ ഓർ വെർബൽ ഓഫ് റെലവൻറ്റ് ഫാക്റ്റ് മെയ്ഡ് ബൈ എനി ഓഫ് ദ എബോവ് സ്റ്റേറ്റഡ് പേഴ്സൺ ആർ ദംസെൽവ്സ് റെലവൻറ്റ് ഫാക്റ്റ്. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് റിട്ടൺ ആയിക്കോട്ടെ വെർബൽ ആയിക്കോട്ടെ, റെലവൻറ്റ് ഫാക്റ്റിൻ്റെ റിട്ടൺ വേർഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെർബൽ ഇതായിക്കോട്ടെ, ദംസെൽവ്സ് റെലവൻറ്റ് ഫാക്റ്റിൻ്റെ ഫോളോയിങ് കേസ്. ഇനി പറയുന്ന ഫോളോയിങ് കേസുകളിൽ അത് റെലവൻ്റ് ആയിട്ട് സ്വീകരിക്കുന്നതാണ്. ആരൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, മുകളിൽ പറഞ്ഞ വ്യക്തികൾ നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റെലവൻറ്റ് ഫാക്റ്റായിട്ട് ഇനി പറയുന്ന സാഹചര്യത്തിൽ കോടതി അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് വെൻ ഇറ്റ് റിലേറ്റ് ടു കോസ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ഡൈയിങ് ഡിക്ലറേഷൻ. അപ്പോൾ ഓർത്തോണം, സെക്ഷൻ 32 ക്ലോസ് 1ൻ്റെ അകത്താണ് ഡൈയിങ് ഡിക്ലറേഷനെ പറ്റി പറയുന്നത്. സെക്ഷൻ 32 ക്ലോസ് 1ൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ് റെലവൻ്റ് ആകുന്നു, അത് നമുക്ക് കോടതിയുടെ മുൻപാകെ പ്രൂവ് ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു ബി റെലവൻറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ആസ് ടു ദ കോസ് ഓഫ് ഡെത്ത് ഓഫ് ദ മേക്കർ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ വ്യക്തിയുടെ ഡെത്തിൻ്റെ കാരണവുമായി ബന്ധപ്പെട്ടതായിരിക്കണം ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ്. ആസ് ടു എനി ഓഫ് ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ ട്രാൻസാക്ഷൻ വിച്ച് റിസൾട്ടഡ് ഇൻ ഹിസ് ഡെത്ത്, അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച ആ ഒരു ട്രാൻസാക്ഷൻ്റെ സാഹചര്യങ്ങളായിരിക്കണം ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ളത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ്ഡ് പേഴ്സൺ വിച്ച് ഷോസ് ദ കോസ് ഓഫ് ഹിസ് ഡെത്ത് ഓർ വിച്ച് റിലേറ്റഡ് ടു ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് റിസൾട്ടഡ് ഇൻ ഹിസ് ഡെത്ത് ഈസ് കോൾഡ് ഡൈയിങ് ഡിക്ലറേഷൻ. ആ പറഞ്ഞ സാഹചര്യം അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കോസ് അയാളുടെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഡൈയിങ് ഡിക്ലറേഷൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ആരോടാണോ ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ആ വ്യക്തിക്ക് കോടതിയുടെ മുൻപാകെ വിറ്റ്നസ്സായിട്ട് വന്നിട്ട് ആ എവിഡൻസ് നൽകാൻ കഴിയുന്നതാണ്. ഇനി ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് റൂൾ അഗെനിസ്റ്റ് ഹിയർസേ എവിഡൻസിൻ്റെ എക്സെപ്ഷനാണ്. നമ്മൾ റൂൾ അഗെനിസ്റ്റ് ഹിയർസേ എവിഡൻസ് പഠിച്ചായിരുന്നു. അതെന്താണ്? ഒരു വ്യക്തി പറയുന്നത് മറ്റൊരു വ്യക്തി കേൾക്കുന്നു, ആ വ്യക്തി ഇത് ഡയറക്റ്റ്ലി ഒരു ഇൻസിഡൻറ്റ് കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, മറ്റൊരു വ്യക്തി പറയുന്നത് കേട്ടുള്ള അറിവേ ഉള്ളൂ, എന്നിട്ട് ആ വ്യക്തി കോടതി കൊണ്ടുവന്ന് എവിഡൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹിയർസേ എവിഡൻസ് എന്ന് പറയുന്നത്. ജനറൽ റൂൾ പ്രകാരം ഈ ഹിയർസേ എവിഡൻസിന് ഭയങ്കര വാല്യൂ ഉള്ള ഒരു സംഭവമല്ല. പക്ഷേ റൂൾ അഗെനിസ്റ്റ് ഹിയർസേ എവിഡൻസിന് ഒരു എക്സെപ്ഷനാണ് ഈ പറയുന്ന ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഡൈയിങ് ഡിക്ലറേഷൻ ഒരു എവിഡൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി 2 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് നെസസിറ്റിയാണ്. കൂടുതൽ മർഡർ കേസുകളിലും ഐ വിറ്റ്നസ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ആകെപ്പാടെ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഐ വിറ്റ്നസ് എന്ന് പറയുന്നത് ആ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും അവിടുത്തെ ആ ഒരു ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ഒൺലി വിറ്റ്നസ് ടു ദ ഫാക്റ്റ് ഇൻ ഇഷ്യൂ ഈസ് ഡെഡ്. അപ്പോൾ എന്ത് പറ്റി? അവിടെ ഉണ്ടായിരുന്ന ആകെപ്പാടെ ഉണ്ടായിരുന്ന വിറ്റ്നസ് മരിച്ചുപോയി, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കോടതിയിൽ വന്നിട്ട് എവിഡൻസ് കൊടുക്കാൻ ഇൻകേപ്പബിളായിട്ട് പോകുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ഡിസീസ്ഡ് വ്യക്തി ആരോടാണോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് ആ വ്യക്തിക്ക് കോടതിയിൽ വിറ്റ്നസ്സായിട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇവിടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നെസസിറ്റിയാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഒക്കേഷനാണ്. ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് നടത്തുന്നത് ഒരു ഇഞ്ചുറി പറ്റിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ മരണത്തെ ഭയപ്പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ കിടക്കുമല്ലോ, ഈ 2 സാഹചര്യത്തിലാണ്
നമ്മൾ ഡൈയിങ് ഡിക്ലറേഷൻ നടത്തുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മരിക്കാൻ പോകുന്ന വ്യക്തികൾ ഒരിക്കലും കള്ളം പറയത്തില്ല എന്നുള്ളൊരു പ്രിസംഷൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പിന്നെ ഡൈയിങ് ഡിക്ലറേഷൻ സ്വീകരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കേസ് പറയുന്നുണ്ട്, പക്കാല നാരായണ സ്വാമി വേഴ്സസ് എംപറർ. ഈ കേസിൻ്റെ അകത്ത് അക്യൂസ്ഡ് ദ വൈഫ് ഓഫ് അക്യൂസ്ഡ് വാസ് ഇൻഡക്റ്റഡ് ടു ദ ഡിസീസ്ഡ്. മരിച്ചു പോയ അല്ലെങ്കിൽ അവിടെ ഡിസീസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അക്യൂസ്ഡിൻ്റെ വൈഫ് ഒരു 3000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. 18% ഇൻട്രസ്റ്റിൽ ഡിസീസ്ഡിൻ്റെ കയ്യിൽ നിന്നും ഈ പറഞ്ഞിട്ടുള്ള ഇൻസിഡൻറ്റ് നടക്കുന്നതിന് 1 വർഷം മുന്നേ വാങ്ങിച്ചതുമാണ്. അപ്പോൾ കുറേ ലെറ്റേഴ്സ് ഈ അക്യൂസ്ഡിൻ്റെ വൈഫ് ഇതുപോണക്ക് ഡിസീസ്ഡിന് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും 20 മാർച്ച് 1937 ഡിസീസ്ഡിന് ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ ഈ അക്യൂസ്ഡിൻ്റെ വൈഫ് അയച്ചതായിരുന്നു. അയാളെ ബ്രഹ്മപൂരിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു ആ പറഞ്ഞിട്ടുള്ള ലെറ്റർ വന്നിരുന്നത്. ഇനി ഈ ലെറ്റർ ആരും സൈൻ ചെയ്തിട്ടും ഇല്ലായിരുന്നു. ഡിസീസ്ഡ് ഈ പറഞ്ഞിട്ടുള്ള ലെറ്ററൊക്കെ അയാളുടെ വൈഫിനെ കാണിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഈ പേയ്മെൻറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ബ്രഹ്മപൂരിലേക്ക് പോവുകയാണെന്ന്. അപ്പോൾ ഡിസീസ്ഡും ഈ പറഞ്ഞ അക്യൂസ്ഡിൻ്റെ വൈഫും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പിതാംപൂരിലെ ദിവാൻ്റെ മകളായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള അക്യൂസ്ഡിൻ്റെ വൈഫ്. ഈ ഡിസീസ്ഡ് ആണെങ്കിൽ അതേ പിന്നെ ദിവാൻ്റെ അണ്ടറിൽ പിയൂണായിട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസീസ്ഡ് അങ്ങനെ 21 മാർച്ച് 1937 ബ്രഹ്മപൂരിലേക്ക് പോയി. 23 മാർച്ചിൽ അയാളുടെ ബോഡി 7 പീസായിട്ട് കട്ട് ചെയ്ത് ഒരു സ്റ്റീൽ ട്രങ്കിൽ ട്രെയിനിൻ്റെ തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഈ ട്രങ്ക് അൺക്ലെയിം ചെയ്തു. പോലീസ് അത് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഡിസീസ്ഡിൻ്റെ വൈഫ് അയാളുടെ ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞു. പോലീസ് അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തു. ഈ പറഞ്ഞിട്ടുള്ള അക്യൂസ്ഡിനെ ചെയ്തു, കൺവിക്റ്റ് ചെയ്തു, മർഡർ ചുമത്തി, അതുപോലെ തന്നെ ഡെത്ത് സെൻറ്റൻസും കൊടുത്തു. ഈ കേസിൻ്റെ അകത്ത് ഈ മർഡർ നടന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐ വിറ്റ്നസ് ഇല്ലായിരുന്നു. ഈ കൺവിക്ഷൻ ഇവിടെ നടത്തിയത് ഒന്ന് സാഹചര്യ തെളിവ് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ ഡിസീസ്ഡ് നടത്തിയിട്ടുള്ള ഡൈയിങ് ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിലും ആയിരുന്നു. ഇനിയും ഇവിടെ ഉണ്ടായിരുന്ന അക്യൂസ്ഡിന് എഗനിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന എവിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വണ്ണ് ഡിസീസ്ഡിനുമായിട്ട് ഇൻഡെപ്റ്റ്നെസ് ഉണ്ടായിരുന്നു, കടമുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത്തേന്ന് പറയുന്നത് ഇതുപോലെ ലെറ്റർ വന്നു, പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനാണെന്ന് ഡിസീസ്ഡിൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ അക്യൂസ്ഡ് പർച്ചേസ് ചെയ്ത സ്റ്റീൽ ട്രങ്കിൻ്റെ ഡോബി മാർക്ക് അല്ലെങ്കിൽ ആ ഡോബി അതിലുണ്ടായിരുന്നു. 4 പറയുന്നത് അക്യൂസ്ഡ് ഈ പറഞ്ഞിട്ടുള്ള ട്രങ്ക് ബ്രഹ്മപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലോഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എവിഡൻസുകളെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കൗശൽ റാവു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബോംബെ എന്ന് പറഞ്ഞ മറ്റൊരു കേസുമുണ്ട്. അതും ഇതുപോലെയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഡൈയിങ് ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ കേസും അവിടെ തെളിയിക്കപ്പെട്ടത്. ഇനി ഈ ഡൈയിങ് ഡിക്ലറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇംഗ്ലീഷ് ലോ നോക്കിക്കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ലോയിൽ ഡൈയിങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് പ്രൂവബിൾ ഒൺലി ഇൻ ക്രിമിനൽ കേസിൽ മാത്രമേ ഡൈയിങ് ഡിക്ലറേഷൻ വെച്ച് തെളിയിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. പക്ഷേ ഇന്ത്യൻ ലോയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും നമുക്ക് ഡൈയിങ് ഡിക്ലറേഷൻ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇനി ഇംഗ്ലീഷ് ലോയിൽ ഡിക്ലറൻറ്റ് മസ്റ്റ് ഡൈ. ഇത് ആരാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഡൈയിങ് ഡിക്ലറേഷൻ നടത്തിയിരിക്കുന്നത്, ആ വ്യക്തി ഉറപ്പായിട്ടും മരിച്ചിട്ടുണ്ടായിരിക്കണം. വിത്തൗട്ട് എ റേ ഓഫ് ഹോപ്പ് ഓഫ് സർവൈവൽ. അവിടെ അയാൾ സർവൈവ് ചെയ്യും എന്നുള്ള ഒരു ഹോപ്പ് പോലും ഉണ്ടായിരിക്കാനും പാടില്ല. സെക്ഷൻ 32 ക്ലോസ് 1 ഓഫ് പാര 2 സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് അണ്ടർ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെത്ത് ആർ റെലവൻറ്റ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മളുടെ ലോ പ്രകാരം 32 ക്ലോസ് 1 ഓഫ് പാര 2 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എക്സ്പെക്റ്റേഷൻ ഡെത്ത് വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ റെലവൻ്റ് ആണ്, അഡ്മിസിബിളുമാണ്. ഇനി ഇംഗ്ലീഷ് ലോയിൽ എന്ന് പറയുന്നത് ഡിക്ലറൻറ്റ് കോമ്പീറ്റൻ്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിക്ലറേഷൻ ബൈ ആൻ ഇൻഫൻറ്റ് ചൈൽഡ് ഈസ് നോട്ട് അഡ്മിസിബിൾ. ഒരു ഇൻഫൻ്റ് ആയിട്ടുള്ളൊരു ചൈൽഡ് നടത്തുന്ന ഡിക്ലറേഷനോ സ്റ്റേറ്റ്മെൻറ്റോ ഒരിക്കലും അഡ്മിസിബിൾ ആയിരിക്കത്തില്ല. പക്ഷേ ഇന്ത്യൻ ലോയിൽ എല്ലാ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആരൊരു ഡൈയിങ് ഡിക്ലറേഷൻ മെയ്ഡ് ചെയ്താലും അതെല്ലാം അക്സെപ്റ്റബിൾ ചെയ്യുന്നതുമാണ്.
ഇനി ഡൈൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻറ്റീവ് പീസ് ഓഫ് എവിഡൻസ് ആണ്. പിന്നെ ദ ടേം ഡെത്ത് അണ്ടർ സെക്ഷൻ 32 ഇൻക്ലൂഡ്സ് ബോത്ത് സൂയിസൈഡൽ ആൻഡ് ഹോമിസൈഡ് ഡെത്ത്. ഇൻ സൂയിസൈഡിലും ഹോമിസൈഡുമായിട്ടുള്ള ഡെത്തുകൾ ഈ സെക്ഷൻ 32ൻ്റെ അകത്ത് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്